മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് യോഹന്നാൻ 16:33 നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാൻ 16:33. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വാക്യത്തിന് ആധാരമായിട്ട് നമുക്ക് ഒരു കഥയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പലർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഗാനമാണ് ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ എന്ന് പറയുന്ന ഗാനം. ഇത് എഴുതിയത് ഹൊറേഷ്യോ ഗേറ്റ്സ് സ്പാഫോർഡ് എന്ന് പറയുന്ന ഇവാഞ്ചലിസ്റ്റും ലോയറും കൂടിയിട്ടായിട്ടുള്ള വിശ്വാസിയാണ്. പഴയ നിയമത്തില് ഇയ്യോബിന്റെ ജീവിത ചരിത്രത്തോട് വളരെയധികം സാമ്യമുള്ള ഒരു ജീവിതമാണ് ഹൊറേഷ്യോ സ്പാഫോർഡിന് ഉണ്ടായിരുന്നത്. ഇദ്ദേഹം 20 ഒക്ടോബർ 1828 ന്യൂയോർക്ക് സിറ്റിയിൽ ജനിച്ചു. പിന്നീട് ചിക്കാഗോയിൽ വെച്ചിട്ടാണ് തന്റെ വിശ്വാസം വളർത്തിയെടുക്കാനായിട്ട് ഹൊറേഷ്യോക്ക് സാധിച്ചത്. ഇദ്ദേഹത്തിന്റെ വൈഫായിരുന്നു അന്ന. വളരെ വിശ്വാസത്തിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സഹോദരിയായിരുന്നു അന്ന. ഇവർക്ക് ദൈവം 5 മക്കളെ ദാനമായിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ആവശ്യത്തിനോളം വെൽത്തും കർത്താവ് ദാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 1870 ആ വർഷത്തില് തന്റെ 4 വയസ്സുള്ള മകൻ ഹൊറേഷ്യോ ജൂനിയർ സ്കാർലറ്റ് ഫീവർ ബാധിച്ച് മരണമടഞ്ഞു. പിന്നീട് 1871 ഒരു വർഷത്തിന് ശേഷം ചിക്കാഗോയിലുള്ള വലിയൊരു തീപിടുത്തത്തില് ഹൊറേഷ്യോയ്ക്ക് തന്റെ ഒരുപാട് വെൽത്ത് നഷ്ടമായി പോയി. ആ സമയത്ത് മകൻ നഷ്ടപ്പെട്ടു. പിന്നീട് ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി വന്നു. എന്നാൽ പോലും തന്റെ വിശ്വാസം, കർത്താവിനോടുള്ള വിശ്വാസം, സ്നേഹം അത് അന്നേരവും ഹൊറേഷ്യയും അന്നയും മുറുകെ പിടിക്കുവാനിടയായി. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം 1873 ഹൊറേഷ്യോ ചിന്തിക്കുകയുണ്ടായി ഇംഗ്ലണ്ടിലോട്ട് ഒരു ഹോളിഡേ, ഒരു അവധിക്കാലം എന്ന രീതിയിൽ ഇംഗ്ലണ്ടിലോട്ട് പോകുവാൻ ആഗ്രഹിച്ചു. ആ സമയത്ത് തന്നെ D.L. മൂഡി ഇവാഞ്ചലിസ്റ്റ് ആയിരുന്ന തന്റെ സുഹൃത്തായ D.L. മൂഡിയും ആ സമയത്ത് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു. ചില ബിസിനസിന്റെ ഭാഗമായിട്ട് തനിക്ക് ഡിലേ വന്നെങ്കിലും ഹൊറേഷ്യോ വില്ലേദു ഹാർവേ എന്ന് പറയുന്ന ഷിപ്പിലോട്ട് തന്റെ ഭാര്യയെയും 4 പെൺമക്കളെയും കയറ്റിവിട്ടു. മക്കളുടെ പേരാണിത്: അന്ന, 11 വയസ്സുള്ള അന്ന, 9 വയസ്സുള്ള മാർഗരറ്റ് ലീ, 5 വയസ്സുള്ള എലിസബത്ത്, 2 വയസ്സുള്ള ജനറ്റ. 22 നവംബർ ആയപ്പോഴത്തേക്കും ഈ സമയത്ത് വില്ലേദു ഹാർവേ അറ്റ്ലാന്റിക് ഓഷ്യന് ക്രോസ് ചെയ്യുകയായിരുന്നു ഉണ്ടായത്. ആ സമയത്ത് ഓപ്പോസിറ്റ് വന്ന അയൺ സെയിലിംഗ് ഷിപ്പുമായിട്ട് കൂട്ടിയിടിച്ച് 12 മിനിറ്റിനുള്ളിൽ തന്നെ ആ വില്ലേദു ഹാർവേ മുങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ആ സമയത്ത് 226 പേര് മരണത്തിനിടയായി. പക്ഷെ വളരെ യാദൃച്ഛികമായിട്ട് അന്ന രക്ഷപ്പെട്ടു. അന്ന അന്നേരം അൺകോൺഷ്യസ് ആയിരുന്നു. ബോധം വന്നപ്പോഴത്തേക്കും അന്ന ഉടനെ തന്നെ ഭർത്താവിന് ടെലിഗ്രാം എഴുതി സംഭവങ്ങളെല്ലാം വിവരിച്ചു. പിന്നീട് അവസാനമായിട്ട് സേവ്ഡ് എലോൺ എന്ന് പറയുന്ന ആ ഒരു വേർഡും ഇൻക്ലൂഡ് ചെയ്തു. അന്നയുടെ മെസ്സേജ് കിട്ടിയ ഉടനെ തന്നെ സ്പാഫോർഡ് ഷിപ്പ് കയറി ആ അറ്റ്ലാന്റിക് ഓഷ്യനിൽ എത്തിയപ്പോഴ് വില്ലേദു ഹാർവേ മുങ്ങിപ്പോയ ഇടത്തെത്തിയപ്പം ക്യാപ്റ്റന് സ്പാഫോർഡിനെ വിളിച്ച് താഴിടം കാണിച്ചു. ഒന്നും പറയാതെ തന്നെ സ്പാഫോർഡ് തിരിച്ച് തന്റെ ക്യാബിനിലോട്ട് എത്തി. ആ സമയത്ത് എഴുതിയ ആ ഒരു സോങ് ആണ് പുള്ളിക്കാരൻ എഴുതിയ ആ സമയത്ത് എഴുതിയതാണ് ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ എന്ന് പറയുന്ന ആ ഒരു ഹിം. പിന്നീട് അദ്ദേഹം തന്റെ
അന്നയുടെ ഹാഫ് സിസ്റ്ററിന് എഴുതിയ ആ ഒരു കത്തിലുണ്ടായിരുന്ന സെന്റൻസ് ആണ്: On Thursday last, we passed over the spot where she went down. In mid-ocean, the water's 3 miles deep, but I do not think of our dear ones there. They are safe, dear lambs. അന്നേരവും പുള്ളിക്കാരന് മക്കള് പോയതിന്റെ വിഷമമുണ്ട്, എന്നാൽ പോലും കർത്താവ് തരുന്ന ആ ഒരു ദൈവസമാധാനം, മക്കളെല്ലാം കർത്താവിന്റെ അടുത്ത് സേഫ് ആണ് എന്നുള്ളൊരു സമാധാനം, വിശ്വാസം സ്പാഫോർഡിനുണ്ടായിരുന്നു. പിന്നീട് അന്ന റെസ്ക്യൂ ചെയ്യപ്പെട്ടപ്പോൾ ആ റെസ്ക്യൂ ട്രാവലേഴ്സ് തന്നെ പാസ്റ്റർ നതാനിയേൽ വെസ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം പറയുന്നത്, അന്ന പറഞ്ഞ ആ ഒരു വേർഡ് ഇദ്ദേഹം ഓർത്തെടുത്ത് പറയുന്നത്: God gave me 4 daughters. Now they have been taken from me. Someday I will understand. കർത്താവ് എനിക്ക് 4 പെൺമക്കളെ തന്നു. ഇപ്പോ ആ മക്കളെ എന്റെ കയ്യിൽ നിന്ന് കർത്താവ് എടുത്തുകൊണ്ട് പോയി. ഒരു ദിവസം എന്തുകൊണ്ടാന്നുള്ളത് ഞാൻ ഒരു ദിവസം മനസ്സിലാക്കും എന്ന് പുള്ളിക്കാരി പറഞ്ഞു. നാച്ചുറലി ഒരു അമ്മയുടെ വിഷമം നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്നതിനെക്കാട്ടിലും അധികമാണ്. എന്നാലും അന്നയുടെ ഉള്ളില് കർത്താവ് പറയുന്നുണ്ട്, യു ആർ സേവ്ഡ് ഫോർ എ പർപ്പസ്. നീ രക്ഷപ്പെട്ടത്, നിന്നെ ഞാൻ അവിടെ എടുത്തുകൊണ്ട് വന്നത് ഒരു പർപ്പസ് ഉണ്ട്. ഫ്യൂച്ചറിൽ നിനക്കൊരു പർപ്പസ് ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ രക്ഷിച്ചത്. അങ്ങനെ ഒരു വോയിസ് അന്നയുടെ ഉള്ളിലുണ്ട്, അന്നയ്ക്ക് കേൾക്കുന്നുണ്ട്. അത് ദൈവം പറയുന്നത് പോലെ അന്നയ്ക്ക് തോന്നുന്നുണ്ട്. She remembered something a friend had once said. ഒരു പ്രാവശ്യം പുള്ളിക്കാരിയുടെ ഫ്രണ്ട് പറഞ്ഞത് പുള്ളിക്കാരി ഓർത്തെടുക്കുകയുണ്ടായി. It's easy to be grateful and good when you have so much, but take care that you are not a fair weather friend to God. നമുക്ക് ഒരുപാടുള്ളപ്പോൾ നമുക്ക് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആകാം, നല്ല രീതിയിൽ ഇരിക്കാം, അത് ഈസിയാണ്. പക്ഷെ നമ്മൾക്ക് നമ്മുടെ ഈ ഒരു ലോക ജീവിതം എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ആ ഒരു ലോക ജീവിതമല്ല നമുക്കുള്ളത്. കർത്താവ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയും പ്രയാസവും അതിന് നടുവിൽ കൂടെ പോകുന്ന ഒരു ജീവിതമാണ് നമുക്ക് ഒരു വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ഈവൻ ദോ ഈ ഒരു ട്രാജഡി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ദൈവം വീണ്ടും അന്നയ്ക്ക് 3 കുഞ്ഞുങ്ങളെ കൊടുത്തു. ഫെബ്രുവരി 11, 1880 കൊറേഷ്യയുടെ ആ 3 മക്കളില് ഒറ്റ ആൺകുട്ടി വീണ്ടും ആ 4-ാമത്തെ വയസ്സില് വീണ്ടും അടുത്ത ആൺകുട്ടിയും മരിച്ചുപോയി. പിന്നീട് 881 സ്പാഫോർഡ് കുറച്ച് വിശ്വാസികളെയും കൊണ്ടിട്ട് ഇവരെല്ലാം കൂടെ ഒന്നിച്ച് ജെറുസലേമില് വന്ന് താമസിച്ചു. ആ സമയത്ത് ഹെൽപ്പ് ആവശ്യമായിട്ടുള്ള പാവപ്പെട്ടവര്, അസുഖമുള്ളവര്, അങ്ങനെയുള്ളവരെയെല്ലാം, ഹോംലെസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയെല്ലാം ഇവര് എടുത്ത് വളർത്തുകയും ആൾക്കാരെ സഹായിക്കും, ജെറുസലേമിലുള്ള ആൾക്കാരെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ അവരവിടെ ജെറുസലേമില് സെറ്റിൽഡ് ആയി. അവർക്ക് ആ ഒറ്റ ഒരു എയിമേ ഉള്ളായിരുന്നു, കർത്താവിന്റെ സ്നേഹം മറ്റുള്ളവരിലോട്ട് എത്തിക്കുക. ഇതായിരുന്നു അവർക്കുള്ള ഒരൊറ്റ എയിം എന്ന് പറയുന്നത്. പിന്നീട് സ്പാഫോർഡ് 16 ഒക്ടോബർ 888 ആ സമയത്ത് സ്പാഫോർഡ് മലേറിയ ബാധിച്ചു മരിച്ചു. എന്നാൽ പോലും അന്ന തന്റെ സുവിശേഷ പ്രവർത്തനം നിർത്തിയില്ല. അന്ന തന്റെ സുവിശേഷ പ്രവർത്തനം ജെറുസലേമിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. പിന്നീട് 1923 അന്നയും ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അന്നയുടെയും ഹൊറേഷ്യോയെയും അടക്കം ചെയ്യപ്പെട്ടത് ജെറുസലേമിലാണ്. ഇവരുടെ ഒരു ജീവിത കഥ നോക്കുകയാണെങ്കിൽ വളരെയധികം നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ജീവിതകഥയാണ് ഇവര് കാഴ്ചവെച്ചത്. സത്യം പറഞ്ഞ ആ ഒരു സോങ് ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ, ആ ഒരു പാട്ടിലൂടെ അവരുടെ ജീവിതമാണ് നമുക്ക് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഒരു ദിവസവും
മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.